ഹലോ ഗൈസ്, ട്രാവൽ വിത്ത് ട്രിപ്പിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനയിലിൽ കണ്ട പോലെ നമ്മുടെ വണ്ടിയുടെ ഒരു റിവ്യൂ പ്ലസ് നമ്മൾ സെല്ല് ചെയ്യണ വണ്ടി, അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വണ്ടിയെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ റിവ്യൂ, പിന്നെ ബാക്കി കൊടുക്കുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി. ഷവർലെറ്റ് സെയിൽ ഡീസലാണ്, സെഡാൻ ടൈപ്പാണ്. നമ്മുടെ ഫിയറ്റിനകത്ത് വരുന്ന എഞ്ചിനാണ്. ഇപ്പോൾ ഇവർ ഇതിനകത്ത് ഇട്ടേക്കുന്ന പേര് സ്മാർട്ട് ടെക് എന്നാണ്. എങ്കിലും ഫിയറ്റ്, നമ്മുടെ പഴയ സ്വിഫ്റ്റ്, മാൻസ, വിസ്റ്റ ഇതിലൊക്കെ വരുന്ന സെയിം എഞ്ചിനാണിത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് 50 സംതിങ്ങോളം വണ്ടികളിൽ ഇതേ എഞ്ചിൻ വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ചെറിയ അറിവ്. അപ്പോൾ അത്യാവശ്യം നല്ല എഞ്ചിനാണ്. ഇപ്പം ഷവർലെറ്റിൻ്റെ മറ്റുള്ള വണ്ടികളെ പറ്റി നിങ്ങൾക്കറിയാം, എങ്കിലും പക്ഷേ ഈ വണ്ടി അങ്ങനെയല്ല. ഇത് അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. അതിൻ്റെ എൻജിൻ ബേസ് ആയാലും വണ്ടിയുടെ വെയിറ്റ് ആണെങ്കിലും കംഫർട്ടബിൾ ആണെങ്കിലും യാത്രയാണെങ്കിലും, കാരണം നമ്മുടെ വ്യൂവേഴ്സിനറിയാം നമ്മളിതിൽ കൊടൈക്കനാലിൽ പോയതും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല ലുക്കും, അത്യാവശ്യം മൈലേജ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 22 മൈലേജൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ വെച്ചതാണ്. ഈ ലൈറ്റ് ഇത് കമ്പനിയിൽ വരുന്നുണ്ട്, പക്ഷേ ഇത് നമ്മളിപ്പോൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ് വണ്ടി. അപ്പോൾ നമുക്ക് ആദ്യം ടയറിൽ നിന്ന് തുടങ്ങാം. ടയർ സൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 185, 70, 14 എന്നാണ്. അത്യാവശ്യം വലിയ ടയറാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ പുതിയത് മാറിയതാണ്. ഫ്രണ്ടിൽ 2 ടയർ പുതിയതാണ്. ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ ടയറാണ്. ഇതിപ്പോൾ എടുത്തിട്ട് എനിക്കൊന്ന് 3000 കിലോമീറ്ററോ മറ്റോ ആണ് ഈ ടയർ ഇതുവരെ ഓടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ കഴിയും. അത്യാവശ്യം നല്ല കട്ടയൊക്കെ ഉള്ള നല്ല ടയറാണ്. പിന്നെ നമുക്ക് ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ ടയർ തന്നെയാണ്. അതും പുതിയ ടയർ തന്നെയാണ്. അതും പുതിയ ടയറാണ്. പക്ഷേ സൈഡ് വെഞ്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ സൈഡ് വെഞ്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരു സൈഡ് വെഞ്ചർ, 2 ടയറിലും സൈഡ് വെഞ്ചർ പറ്റി. അതും പുത്തൻ ടയറാണ്. കാണാൻ പറ്റും, കട്ടയൊക്കെ ഫുള്ളുണ്ട്. നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാനുള്ള ടയറുണ്ട്. എങ്കിലും ഇതൊരു സൈഡ് വെഞ്ചർ ഉള്ളതുകൊണ്ട് നമ്മൾ ബാക്കിലിട്ടു. പിന്നെ നമുക്ക് 2 സൈഡിലും ഇത് തന്നെയാണ് കേട്ടോ അവസ്ഥ. ഫ്രണ്ടിൽ 2 പുതിയ ടയറാണ്, ബാക്കിൽ 2 സൈഡ് വെഞ്ചറുകൾ, പുതിയ ടയർ, സൈഡ് വെഞ്ചർ ബാക്കിലെടുത്തിട്ട്. ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിലോട്ടുള്ള അവസ്ഥകൾ നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ അടക്കി ഇരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ ഒക്കെ ഉള്ളതാണ്. അത്യാവശ്യം നല്ല ഹെഡ് റൂമൊക്കെ അത്യാവശ്യം വലുതാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഉൾവശം. അപ്പോൾ നമ്മുടെ വണ്ടി ഏകദേശം 1,23,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അത്ര ഓടിയിട്ടില്ല, 1,10,10 സംതിങ് ആണ്. സിംഗിൾ ഓണർ ആയിരുന്നു അതുവരെയും. അപ്പോൾ നമ്മുടെ കയ്യിൽ വന്നപ്പോഴത്തേക്കും സെക്കൻഡ് ഓണറായി. കാരണം സിംഗിൾ ഓണർ വണ്ടി ആയിരുന്നു. അപ്പം നമ്മൾ കയ്യിൽ വന്നതിന് ശേഷം നമ്മൾ അത്യാവശ്യം എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട്. ടൈമിംഗ് ചെയിൻ മാറി, EGR ക്ലീൻ ചെയ്തു. പിന്നെ AC ചെറിയൊരു ഒരയിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വണ്ടിയിൽ ചെറിയ ശബ്ദങ്ങൾ പോലും എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാനത് കൊണ്ടുപോയിട്ട് കംപ്രസർ, കണ്ടൻസർ എല്ലാം പുതിയതാണ്. എല്ലാം നോക്കി അറിയാൻ കഴിയും. പിന്നെ 2 ഷോക്ക് അപ്സർ, അതിൻ്റെ കാര്യങ്ങളെല്ലാം പുതിയത് മാറ്റി. കാരണം നമ്മളിത് ഉപയോഗിക്കുക എന്നുള്ളൊരു പർപ്പസിലാണ് ഇതെല്ലാം ചെയ്തത്. പക്ഷേ ഇതൊരു ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ ഡീസൽ വണ്ടി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാൻ കഴിയും, ഒരു ഡീസൽ വണ്ടി നമ്മൾ ഉപയോഗിക്കാതിരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്കിത് ഓട്ടോ എന്ന് പറയുന്നൊരു സാധനമില്ല, നമുക്കൊരു സ്ഥാപനമുണ്ട്. അപ്പോൾ നമ്മൾ വ്ളോഗ് ചെയ്യാൻ പോയാൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ ബൈക്കാണ് ഉപയോഗിക്കല്. കാരണം കാറ് ഉപയോഗിക്കുന്നതേ ഇല്ല. വളരെ നമ്മൾ 1 വർഷം കയ്യിലിരുന്നിട്ട് 6,000 അങ്ങനെ എന്തോ 4,000, 5,000 മാക്സിമം ഓടിയിട്ടുള്ളതാണ്. അതിൽ കൊടൈക്കനാൽ ട്രിപ്പൊക്കെ പെടും. കൊടൈക്കനാലും പോയില്ലെങ്കിൽ അതുമില്ല. അപ്പം അങ്ങനെ ഓടിയിട്ടുള്ളൊരു വണ്ടിയാണ്. കാരണം എൻ്റെ കയ്യിൽ ഓട്ടോ ഇല്ല. അപ്പോൾ പെട്രോൾ, നമുക്കൊക്കെ നല്ല ഓട്ടോ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പെട്രോൾ വണ്ടിയാണ് ഏറ്റവും അനുയോജ്യമായ ഒരു സാധനം. ഡീസൽ വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നവർക്ക് ഒരു കംപ്ലയിൻറ്റും ഇല്ല. ഡീസൽ വണ്ടി ഉപയോഗിക്കാതെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ കംപ്ലയിൻറ്റുകൾ വരും. അപ്പോൾ നമുക്ക് വണ്ടിയെ പറ്റിയിട്ട് പറയാനുള്ളതാണ്. വേറെ കംപ്ലയിൻറ്റുകളൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നോക്കി എടുക്കലാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഡീസൽ വണ്ടിയാണ്. നമ്മളൊരു ഫോൺ മേടിച്ചാൽ തന്നെ അങ്ങനെയാണ്, നമ്മൾ നോക്കിയെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വന്ന് എനിക്ക് എൻ്റെ മുന്നിൽ കണ്ടിട്ടുള്ള വർക്കുകളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാം ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വാട്സപ്പ് നമ്പർ ഞാനതിൽ കൊടുക്കാം. അപ്പം താല്പര്യമുള്ളവർ മാത്രം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 1,95,000 രൂപയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് മാത്രം എന്ത് ചെയ്യാൻ, കോൺടാക്ട് ചെയ്യാൻ. നമ്മൾ ഒരുപാട് അപ്ഗ്രേഡൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം എന്ത് ചെയ്യാൻ, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ റേറ്റ് അഡ്ജസ്റ്റും ചെയ്യാം. താല്പര്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക.
അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.